ഓസ്ട്രിയയെ തകർത്ത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ലോകകപ്പിന്റെ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ഗ്രൂപ്പ് ജെയിലെ ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീന ഓസ്ട്രിയയെ തകർത്തത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായി മെസ്സി മാറി. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗ്രൂപ്പ് ജെയിൽ ഇന്നലെ നടന്ന മത്സരം അർജന്റീന ഓസ്ട്രിയ മത്സരമായിരുന്നു. നമുക്കറിയുന്നതുപോലെ ആദ്യ മത്സരത്തിൽ ഈ ഇരു ടീമുകളും വിജയം നേടിയ മത്സരമായിരുന്നു. ഇരു ടീമുകളും വിജയം നേടിയിരുന്നു. അതുപോലെ തന്നെ മത്സരത്തിലേക്ക് കടക്കും മുമ്പ് നാം എല്ലാവരും മത്സര ഫലത്തെക്കാളും എല്ലാവരും ലോക ഫുട്ബോളിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ലയണൽ മെസ്സി ഇതിഹാസതാരം ക്ലോസയുടെ ജർമ്മനി ഇതിഹാസതാരം ക്ലോസയുടെ റെക്കോർഡ് തകർക്കുമോ എന്നായിരുന്നു. അതുകൂടി സംഭവിച്ചൊരു മത്സരമായിരുന്നു. അങ്ങനെ വേൾഡ് കപ്പിൽ ആകെ 2006 മുതലുള്ള വേൾഡ് കപ്പിൽ ആകെ 28 മത്സരങ്ങൾ കളിച്ച് മെസ്സി 18 ഗോളുകൾ നേടി ക്ലോസയുടെ റെക്കോർഡ് തകർത്തൊരു മത്സരം കൂടിയായിരുന്നു. അങ്ങനെ വേൾഡ് കപ്പ് ചരിത്രത്തിലെ തന്നെ ഏടുകളിൽ എഴുതി ചേർത്തു. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായി മെസ്സി മാറുകയും ചെയ്തു. മത്സരത്തിൽ അർജന്റീനയുടെ ഭാഗം നോക്കിയാൽ അവർ ഒരു മാറ്റത്തോടെ ഗോൺസാലോ മൊണ്ടേലിന് പകരം മൊളീനയെ ഡിഫൻസിൽ വെച്ച് നല്ലൊരു ലൈനപ്പ് 4-4-2 എന്ന രീതിയിലുള്ള ലൈനപ്പ് ആയിരുന്നു. മെസ്സിയും ലൗതാറോ മാർട്ടിനസുമായിരുന്നു മുന്നേറ്റ നിരയിൽ ആക്രമണങ്ങൾക്ക് നിയന്ത്രണം ഏറ്റെടുത്തത് ആദ്യ പകുതി. അതുപോലെ തന്നെ ഓസ്ട്രിയ നല്ലൊരു ടീം തന്നെയായിരുന്നു. ഓസ്ട്രിയയുടെയും 4-2-3-1 എന്ന ഫോർമേഷനിലായിരുന്നു ഓസ്ട്രിയയുടെ ടീം. ഓസ്ട്രേലിയയിലെ ടീമിൽ ഗ്രിഗോറിച്ച് ഉണ്ടായിരുന്നു. മുന്നേറ്റ് തന്നെ ഗ്രിഗോറിച്ച്, സബീറ്റ്സർ, ഷാവിയർ ഷെഗ്ലർ നിരയിലും അതുപോലെ തന്നെ പിന്നേക്കം നോക്കിയ ലാമിയർ, അലബ, ഡാൻസോ, പോഷ് എന്നിവരും അടങ്ങിയ ഒരു നല്ലൊരു സ്ക്വാഡായിരുന്നു ഓസ്ട്രിയയുടെ ഭാഗം നോക്കിയാൽ. മത്സരത്തിൽ ഈ ആദ്യ പകുതി നോക്കിയാൽ ഓസ്ട്രിയ ആയിരുന്നു കൂടുതൽ സമയം, ഒരു 30 മിനിറ്റ് വരെ 35 മിനിറ്റ് വരെ നോക്കിയാൽ തന്നെ ഓസ്ട്രേലിയ ഒരു പരിധി വരെ മത്സരം നിയന്ത്രിച്ചിരുന്നതെന്ന് തന്നെ പറയാം. കാരണം അർജന്റീനയുടെ ഹാഫിൽ തന്നെ അർജന്റീനയുടെ മുന്നേറ്റം അവർക്ക് തടയാൻ സാധിച്ചു. എന്നിരുന്നാലും മത്സരത്തിന്റെ 7-ാം മിനിറ്റിൽ അർജന്റീന നടത്തിയ ഒരു മുന്നേറ്റം ലൗതാറോ മാർട്ടിനസിനെ അവരുടെ 2 ഡിഫൻസ് ഫൗൾ ചെയ്യുകയും അത് വാറിലൂടെ ഒരു പെനാൾട്ടി കൊടുക്കുകയും ഉണ്ടായി. പക്ഷേ ലയണൽ മെസ്സി, സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് ആദ്യം കിട്ടിയൊരു അവസരമായിരുന്നു ആ പെനാൾട്ടി. പക്ഷേ അത് പെനാൾട്ടി മെസ്സിക്ക് ഗോളാക്കാൻ കഴിയാതെ പോയി. മെസ്സിയുടെ ഷോട്ട് പോസ്റ്റിന്റെ വലതുവശത്തേക്ക് പുറത്തേക്കായി പോവുകയും ഗോൾ കീപ്പറുടെ ഇടതുവശത്തായി പുറത്തേക്കായി പോവുകയും ചെയ്തു. പിന്നീട് 38-ാം മിനിറ്റിലായിരുന്നു മെസ്സി റെക്കോർഡ് തകർത്ത ഒരു ഗോൾ വന്നത്. അർജന്റീനയുടെ ഒരു ഫാസ്റ്റ് ആയുള്ള ബ്രേക്ക് ത്രൂവിലൂടെ മെദീന, അവരുടെ ലെഫ്റ്റ് വിങ് ബാക്ക് മെദീന നൽകിയ ഒരു മനോഹര പാസ് മെസ്സി ഇടങ്കാല് കൊണ്ട് ഫസ്റ്റ് ഷോട്ടിലൂടെ തന്നെ ആദ്യത്തെ ഒരു ബോൾ സ്റ്റോപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്തത് തന്നെ ഫസ്റ്റ് ഷോട്ടിലൂടെ തന്നെ ഒരു ഗോളാക്കി മാറ്റുകയും ചെയ്യുകയായിരുന്നു. അതിമനോഹരമായ ഗോൾ. റയൽ മാഡ്രിഡിനെതിരെ മെസ്സി എൽ ക്ലാസിക്കയിൽ നേടിയ ഒരു ഗോളിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള ഒരു ഗോളായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് 1-ാം പകുതി അങ്ങനെ 1-0 അവസാനിക്കും. സെക്കൻഡ് ഹാഫിലേക്ക് വന്നാലും ആദ്യമൊക്കെ ഓസ്ട്രിയ തന്നെയായിരുന്നു ഒരു പരിധി വരെ കളി നിയന്ത്രിച്ചിരുന്നത്. എന്നായിരുന്നാലും ഓസ്ട്രിയക്ക് ബോക്സിനകത്ത് വലിയ മുന്നേറ്റങ്ങൾ, അർജന്റീനയുടെ എതിർ ബോക്സിനകത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്താതെ പോയൊരു മത്സരമായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. അങ്ങനെ 51-ാം മിനിറ്റിൽ മെസ്സിയുടെ ഒരു നല്ല മുന്നേറ്റം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഗോളിലേക്ക് എത്തിയില്ല. 54-ാം മിനിറ്റിൽ സബീറ്റ്സർ, അവരുടെ ഓസ്ട്രിയയുടെ സബീറ്റ്സർ എടുത്ത ഒരു ബോക്സിന് വെളിയിൽ ഇടതുവശത്ത് നിന്നും ബോക്സിന് വെളിയിൽ എടുത്തൊരു അതിമനോഹരമായ ഫ്രീ കിക്ക് മാർട്ടിനസ് സേവ് ചെയ്യുന്നതും എമിലിയാനോ മാർട്ടിനസ് സേവ് ചെയ്യുന്നതും കാണാൻ സാധിച്ചു. അങ്ങനെ മത്സരം ഒരു കൂടുതൽ അഗ്രസീവായ ഒരു മത്സരം തന്നെയായിരുന്നു കണ്ടത്. കൂടുതൽ ഫൗളുകൾ ഉണ്ടായിരുന്നു. ഇരുവശത്തു നിന്നും ഫൗളുകൾ ഉണ്ടായിരുന്നു. റെഡ് കാർഡൊന്നും കണ്ടില്ലെങ്കിലും അത്യാവശ്യം യെല്ലോ കാർഡ് കണ്ട ഒരു മത്സരമായിരുന്നു ഈ ഇന്നത്തെ മത്സരം. അങ്ങനെ മത്സരത്തിലെ അതിമനോഹരമായ നിമിഷം വന്നത് 90+4-ാം മിനിറ്റിൽ, 95 മിനിറ്റിൽ എന്ന് പറയാം, 95-ാം മിനിറ്റിൽ മെസ്സിയുടെ തന്നെ മുന്നേറ്റം, മെസ്സിയുടെ ഒരു അതിമനോഹരമായ മുന്നേറ്റം. മെസ്സി ഗോളിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് മെസ്സി കൊടുത്ത പാസ്സായിരുന്നു. അതിമനോഹരമായ പാസ് ജൂലിയൻ അൽവാരസിന് കൊടുക്കുകയും അൽവാരസിന്റെ ശ്രമം പാഴാവുകയും ആ പാഴായ ശ്രമം പിടിച്ചെടുത്ത മെസ്സി 4-5 കളിക്കാരെ, ഗോൾ കീപ്പറടക്കം 5 കളിക്കാരെ വെട്ടിച്ച് വലയിലെത്തിക്കുകയുമായിരുന്നു. അങ്ങനെയായിരുന്നു മത്സരത്തിൽ 2-0 അർജന്റീന ജയിക്കുകയും ഗ്രൂപ്പിൽ കൂടുതൽ പോയിന്റുമായി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു. മത്സരത്തിലെ 27 ആണ് ടൂർണമെന്റിലെ ആവറേജ് പ്രായം. മെസ്സിക്കാണെങ്കിൽ ഈ ബുധനാഴ്ച 39 വയസ്സ് തികയാൻ പോകുന്ന മെസ്സിയാണ് ഈ ഒരു മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് നടത്തിയത് തന്നെ എന്ന് പറയാം. അങ്ങനെ അർജന്റീനയ്ക്ക് നല്ലൊരു വിജയം സമ്മാനിക്കുകയും ചെയ്തു മെസ്സി.